അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷയിൽ 10ാം തരത്തിലെ തഫ്സീറിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 നൂസിലു ബിമാ യുനാസിബു, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതെടുത്ത് എഴുതുക. ബ്രാക്കറ്റിൽ അന്നാദി അൽ ആലമു ഹനഫാ അൽ യഹൂദു അഖ്ലൽ ഖാദീന അന്നസ്വാറ. 5 ചോദ്യങ്ങളാണ്. 1. കുല്ലുമാ സിവല്ലാഹു, അള്ളാഹു അല്ലാത്ത വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് അൽ-ആലമു, ആലം എന്നുള്ളത്, പ്രപഞ്ചം. 2. അൽ മഗ്ലൂബി അലൈഹിം, ശപിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണെന്നാണ് ചോദ്യം. അതൽ യഹൂദു, യഹൂദികളാണ്. 3. അഹ്കമുൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വിധികർത്താവ്, അഖ്ലൽ ഖാദീൻ എന്ന അർത്ഥം വരുന്ന അള്ളാഹുവിനെ കുറിച്ചാണ്. 4. അൽ മക്കാനുല്ലദീ യജ്തമിഉ ഫീഹിന്നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് അന്നാദി എന്ന്. 5. മാഇലീന ഇലൽ ഖൈരി, നന്മ കൊള്ളേ അവർ ചായുന്നവരാകുന്നു, അത് ഹുനഫാ. സെക്ഷൻ 2 നുമയ്യിസു സഹീഹ ബിഹാദിഹി, ശരിക്ക് ശരി അടയാളമിടുക. 1. ഫിറഖുൽ യഹൂദ്, യഹൂദികളുടെ എണ്ണം എത്ര ഫിർക്ക്, എത്ര വിഭാഗമുണ്ട് എന്നാണ് ചോദ്യം. 71 ശരിയായ ആൻസർ. 2. അൻഹാറുൽ ജന്നത്തി, സ്വർഗത്തിലുള്ള പുഴകൾ 4 എണ്ണമാകുന്നു. 3. തഅദിലു റുബ് അൽ ഖുർആൻ, ഖുർആനിൻ്റെ കാൽഭാഗം ഓതിയ അത്ര പ്രതിഫലം ലഭിക്കും, ഏതോതിയാൽ എന്നാണ് ചോദ്യം. അൽ കാഫിറൂന ഓതിയാൽ. 4. ആഖിറു സൂറത്തിൻ നസലത്ത്, അവസാനമായി ഇറങ്ങിയ സൂറത്തുൻ നസ്ർ ആകുന്നു. 5. മിൻ അസ്മായി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പേരിൽപ്പെട്ടതാണ് അന്നജാത്ത് എന്നുള്ള പേര്. സെക്ഷൻ 3 നുബയ്യിനു, വ്യക്തമാക്കാം. മഅന മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താകുന്നു? അതിൻ്റെ തഫ്സീർ ഏതാണ് പറയുന്നത്? അൽ മുതസർരിഫു ഫീഹിം ബി അൻവാഇ തസറുഫാത്ത്. 2. ഫായിദത്തു ഖിറാഅത്തുൽ ഇഖ്ലാസി 10 മർറാത്ത്, 10 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് ഓതിയാലുള്ള പ്രതിഫലം എന്താണ്? അതിൻ്റെ ആൻസർ ബനാലഹു ബൈത്തും ഫിൽ ജന്ന, സ്വർഗത്തിൽ അവനിക്കൊരു വീടിനെ അള്ളാഹു നൽകുന്നതാണ്. 3. ഔസാഫുൽ ഹൗദുൽ കൗസർ, ഹൗദുൽ കൗസർ എങ്ങനെയുള്ളതാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ തുറാബുഹു മിസ്കുൻ ഹസ്ബാഅഹുൽ ലുഅ്ലുഉ മാഉഹു അബിയദുൻ മിനൽ ലബനി വഹില മിനൽ അസ്ലി ആനിയതഹു വദദൻ നുജൂം. അതിലുള്ള മണ്ണ് മിസ്കിനേക്കാളും സുഗന്ധമുള്ളതാണ്, അതിലുള്ള കല്ലുകൾ പവിഴങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്, അതിലെ വെള്ളം പാലിനേക്കാളും വെളുത്തതാകുന്നു, മധുരമാണെങ്കിൽ തേനിനേക്കാളും മധുരമാണ്, അതിലുള്ള കോപ്പകൾ നക്ഷത്ര സമാനമാകുന്നു. അതാണ് ഹൗദുൽ കൗസറിനെ കുറിച്ചുള്ള വിവരം. 4. അന്നാസു അർബഅതു അഖ്സാമിൻ മൻഹും, ജനങ്ങൾ 4 വിഭാഗമുണ്ട്, അവരാരെല്ലാം എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ മൻ ലഹുൽ ഖൈറു ഫിദ്ദാറൈൻ, അതിനൊരു വിഭാഗം 2 ലോകത്തും നന്മയുള്ളവരാകുന്നു. 2. മൻ ലഹു സൂറത്തു ഷർറിൻ ഫിദ്ദുനിയ വ ഖൈറുൻ ഫിൽ ആഖിറ, രണ്ടാമത്തെ വിഭാഗം ദുനിയാവിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ആഖിറത്തിൽ അവൻ നല്ലവനാണ്, നല്ലതായിരിക്കും, ആഖിറത്തിൽ അവനിക്ക് നല്ല സുഖമായ ജീവിതമായിരിക്കും. 3. മൻ ലഹു ഷർറു ഫീഹിമ, മൂന്നാമത്തെ വിഭാഗം 2 ലോകത്തും അവൻ ഷർറിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാകുന്നു. 4. മൻ ലഹു സൂറത്തു ഖൈറുൻ ഫിദ്ദുനിയ വ ഷർറുൻ ഫിൽ ആഖിറ, നാലാമത്തെ വിഭാഗം ദുനിയാവിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും, പക്ഷെ ആഖിറത്തിൽ അവൻ ഷർറിൽപ്പെട്ടതായിരിക്കും. സെക്ഷൻ 4 നുജീബു, ഉത്തരം പറയാം. ഉത്തരം എഴുതാനാണ് പറയുന്നത്. അൽ ഇബാറത്ത് നവാനി മാഹുമ, ഇബാറത്ത് എത്ര വിധമുണ്ട്, ഏതെല്ലാം എന്നാണ് ചോദ്യം. ഖൽബിയത്തുൻ ഖാൽബിയത്ത്. 2. കൈഫ ഹദല്ലാഹു നബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിച്ചത് എന്നാണ്. ബിൻസാൽ ശരീഅത്തി അലൈഹി, ശരീഅത്തിന് അള്ളാഹു ഇറക്കി കൊടുക്കൽ കൊണ്ടാകുന്നു. 3. അസ്ഹാബുൽ ഫീലി മൻഹും, ആനപ്പട എന്ന് പറഞ്ഞാൽ അവരാരാകുന്നു?
അതിൻ്റെ ആൻസർ അബ്രഹത്തുൻ വ ജയ്ഷുഹു, അബ്രഹത്ത് രാജാവും സൈന്യവുമാകുന്നു. 4. ഫീമൻ നസലത്ത് സൂറത്തുൽ ഹുമസ, ഹുമസ സൂറത്ത് ആരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത്? അതിൻ്റെ ആൻസർ ഫീമൻ ഖാന യഗ്താബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനീന, നബിതങ്ങളെയും സജ്ജനങ്ങളെയും ഗീബത്ത് പറയുന്നവരെ കുറിച്ചാണ്, അവരിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. 5. ഐന നസലൽ ഖുർആൻ അവ്വലൻ, ആദ്യമായി ഖുർആൻ ഇവിടെയാണ് ഇറങ്ങിയത്? അതിൻ്റെ ആൻസർ ബിഗാർ ഹിറ, ഹിറ ഗുഹയിലാകുന്നു. സെക്ഷൻ 5 നുഫസ്സിറു ബിൽ അറബിയത്തി, അറബിയിൽ തഫ്സീർ പറയുക. തഫ്സീർ ഇതിൻ്റെ വിശദീകരണം പറയാനാണ് പറയുന്നത്. ഫഅസർന ബിഹി നഖഅ എന്നുള്ളതിൻ്റെ തഫ്സീർ ഹയ്യജ്ന ഫി മക്കാനിൽ അദുവി ഗുബാറം മിൻ ഷിദ്ദത്തിൽ ഖിതാൽ, അതിൻ്റെ ആൻസർ പറഞ്ഞത് നല്ല യുദ്ധത്തിലേക്ക് തയ്യാറായി പോകുന്ന കുതിരകളുടെ കൊളമ്പടിയിൽ നിന്ന് പൊടിപടലങ്ങൾ പാറും ആ യുദ്ധത്തിൻ്റെ ശക്തമായി യുദ്ധം ചെയ്യുന്ന ആ ഘട്ടത്തിൽ എന്നാണ് അതിൻ്റെ മാന. 2. വഹുസ്സില മാഫി സുദൂർ പുയ്യന മാഫിൽ കുലൂബി മിനൽ കുഫ്രി വൽ ഈമാൻ, ഹൃദയത്തിലുള്ള ഈമാനും കുഫറും വെളിവാക്കപ്പെടും. 3. ഇന്ന ഷാനിയ കഹുവൽ അബ്തർ, അതിൻ്റെ തഫ്സീർ ഇന്ന മുബിയലുക ഹുവൽ മുൻകതിഉ അൻ കുല്ലി ഖൈറിൻ, നബിയെ അങ്ങയോട് കോപിച്ചവനാണ് എല്ലാ ഖൈറിൽ നിന്നും മുറിഞ്ഞവൻ എന്നാണ് അതിൻ്റെ മാന. 4. വവജദക ളാല്ലൻ ഖാലിയൻ മിന ശരിയത്തി ലാ മുൻഹരിഫൻ അനിൽ ഹക്കി. 5. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നഖ്സുക ബിൽ ഇബാദത്തി വൽ ഇസ്തിആനത്തി, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുകയും നിന്നിനോട് മാത്രമാണ് ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ മാന. സെക്ഷൻ 6 നുതർജിമു ബി അറബി മലയാളം, അറബി മലയാളത്തിൽ ഏതാണ് പറയുന്നത്? മാ വദ്ദഅക റബ്ബുക വ മാ ഖല, തങ്ങളോട് അങ്ങയുടെ റബ്ബ് കോപിക്കുകയോ തങ്ങളെ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. 2. സലാമുൻ ഹി ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വിടരുന്നത് വരെ അത് രക്ഷ മാത്രമാണ്. 3. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അല്ലാഹുവിന് വഴിപ്പെടണമെന്നല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. 4. ഖയ്യിദുൽ ഇൽമാ ബിൽ കിതാബത്തി, എഴുത്തുകൊണ്ട് ഇൽമിനെ നിങ്ങൾ ബന്ധം ചെയ്യുക. നക്തുബുൽ മഅന ബിൽ അറബിയത്തി, അറബിയിൽ മഅന എഴുതുക. അലക്ക് എന്നുള്ളത് ദമുൻ ഖലീലുൻ, ബരിയത്തുൻ ഖലീഖത്തുൻ, ലയതഅ ലയതമറദു. ഇത്രയും കാര്യങ്ങളാണ് 10ാം തരത്തിലെ തഫ്സീറിൽ നിന്ന് പൊതുപരീക്ഷയ്ക്ക് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പാഠഭാഗങ്ങളും തദ്രീബാത്തുകളൊക്കെ പഠിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യണമെന്ന് നിർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.